ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മുടെ ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഇന്ന് എനിക്ക് കിട്ടി. ഡെലിവറി കൊറിയർ ത്രൂ അയച്ചതായിരുന്നു. സാധനം 2 ആഴ്ച എടുത്തുട്ടാ. സാധാരണ 5 ദിവസം 4ാമത്തെ ദിവസം നമുക്ക് ഡെലിവറി ഡേറ്റ് ഉണ്ടായിരുന്നതാണ്. അതിങ്ങനെ ലാഗ് അടിച്ച് സംഭവം തൃശ്ശൂരൊക്കെ എത്തി. വന്നിട്ട് അവന്മാർക്ക് എന്താണോ പറ്റിയത്, ഡിലേ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഇവരായിട്ട് കുറേ സംസാരിക്കലും അതുപോലെ തന്നെ ചാറ്റിങ്ങും കുറേ കംപ്ലൈൻറ്റുകളും ഒക്കെ ആയിട്ടാണ് ലാസ്റ്റ് ഇന്ന് കിട്ടിയത് കേട്ടോ. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഡെലിവറി കൊറിയർ നോർമലി കമ്പയർ ചെയ്യുമ്പോൾ കുറേ പേർക്ക് ഇഷ്യൂ ഉണ്ട്. കുറേ പിൻകോഡിലേക്ക് ഇഷ്യൂ ഇല്ല, പക്ഷേ ഇഷ്ടം പോലെ പിൻകോഡിലേക്ക് ഭയങ്കര ഇഷ്യൂസ് വരുന്നുണ്ട്. ഇത് കണ്ട, ഞാനിത് ഡിലേ ആയിട്ട് കൊടുത്തേക്കണ കംപ്ലൈൻറ്റുകളാണ് കണ്ടത്. കുറേ ഉണ്ട്, മുകളിൽ നിങ്ങൾക്ക് നോക്കി കാണാം എത്ര ഉണ്ടെന്ന്. 5 എണ്ണത്തിൻ്റെ ഉണ്ട്. ഫുള്ള് ചാറ്റിങ് നടത്തിയതിൻ്റെ ഒക്കെ മെയിൽ വരുന്നതാണ്. പിന്നെ അവരുടെ ആപ്പിലും ഉണ്ട്. അപ്പോൾ ആപ്പ് ത്രൂ ആണ് അവർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് കാണിച്ചിട്ടില്ല, കുറേ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ട്വിറ്ററിൽ ഇട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ശരിക്കും കഴിഞ്ഞ ആഴ്ച വരേണ്ട സാധനമാണിത്. കണ്ടു, ഫെഡറൽ ബാങ്കിൻ്റെ സിഗ്നറ്റ് റൂപേ ക്രെഡിറ്റ് കാർഡാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ അപ്രൂവലൊക്കെ ആയിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇൻകം പ്രൂഫും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ സ്കാപ്പിയ കാർഡായാലും ഇത് സെയിം തന്നെയാണ്. നമുക്ക് 2 കാർഡും കിട്ടിയെന്ന് തന്നിട്ടാ. ഇതാണ് സ്കാപ്പിയുടെ കാർഡ്. ഇതിൽ നമുക്ക് വിസ വേരിയൻ്റ് ആണ്, മറ്റേ ഇത് റൂപേ വേരിയൻ്റ് ആണ്. പക്ഷേ രണ്ടും സെപ്പറേറ്റ് ലിമിറ്റാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ, ഞാൻ ആക്ച്വലി കാർഡൊക്കെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ റൂപേ സിഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ്. കണ്ടോ, ഇത് റൂപേ വേരിയൻ്റ് ആണ്. കണ്ടോ, റൂപേ വേരിയൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് UPI ഉപയോഗിക്കാൻ പറ്റിയതാണ്. കണ്ടോ, പിന്നെ ബാക്ക് സൈഡിലാണ് ആ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരുന്നില്ല. അപ്പോൾ അതിൻ്റെ പാക്കേജിംഗ് ആണ് വന്നേക്കുന്നത്. ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിൽ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് നെറ്റ് ആപ്പ് നെറ്റ് ബാങ്കിങ് ത്രൂ ഫെഡ് മൊബൈൽ ത്രൂ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം കേട്ടോ. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരു QR കോഡ് ഉണ്ടായിരിക്കും. അത് വെച്ച് സ്കാൻ ചെയ്യണം. എൻ്റെ QR കോഡ് നോക്കിയപ്പോൾ വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ അവരുടെ ടോൾ ഫ്രീ നമ്പർ വിളിച്ചിട്ടാണ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. എന്താ, നമുക്കിത് ലിമിറ്റ് കിട്ടിക്കുന്നത് 99, ഓൾമോസ്റ്റ് 1 lakh ആണ് നമുക്ക് ലിമിറ്റ് കിട്ടിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ക്യാഷ് ലിമിറ്റ് 10,000. ഇതാ കണ്ടു, ഇതാണ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ QR കോഡ് സ്കാൻ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്തു, പിന്നെ കുഴപ്പമില്ല. ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരോട് കൊടുത്തിട്ടുണ്ട്. ലൈഫ് ടൈം ഫ്രീ ആണ്. ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ എല്ലാ കാർഡുകളും ലൈഫ് ടൈം ഫ്രീ ആണ്. നമുക്കിതിൽ ആനുവൽ പെർസെൻറ്റേജ് സ്റ്റാർട്ടിംഗ് റേറ്റ് 0.69% പെർ മന്താണ് വരുന്നത്. കോംപ്ലിമെൻ്ററി ആയിട്ട് സ്വിഗ്ഗി വൗച്ചർ ഓൺ ക്വാർട്ടർലി സ്പെൻഡ് ഓഫ് 20,000 രൂപ നമുക്ക് ഓഫർ വരുന്നുണ്ട്. 3x റിവാർഡ് പോയിന്റ്സ് ഓൺ ഇലക്ട്രോണിക്സ് അപ്പാരൽ സ്പെൻഡ്, 2x റിവാർഡ് പോയിന്റ് ഓൺ എൻ്റർടൈൻമെൻറ്റ് സ്പെൻഡ്, 1x റിവാർഡ് പോയിന്റ് ഓൺ അതർ കാറ്റഗറി നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് എന്താ പറയുക, ഈസി ഡൈനറിലും സൊമാറ്റോയിലും നമുക്ക് ഡൈനിങ് ഓഫേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആമസോണിൻ്റെ ഈ ഗിഫ്റ്റ് കാർഡ് കിട്ടുന്നുണ്ട് വേർത്ത് ₹200 രൂപയുടെ. അതായത് നിങ്ങൾ കാർഡ് കിട്ടിയ ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ 3000 രൂപയുടെ പർച്ചേസിന് മുകളിൽ ചെയ്യുകയാണെങ്കിൽ, ഞാൻ എന്തായാലും അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് കിട്ടും. നമ്മൾ ഒരു ഗോൾഡ് കോയിൻ ഈ കാർഡ് വെച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ എമൗണ്ട് ഒരു 10,000 1 ഗ്രാമിൻ്റെ വാങ്ങിച്ചിട്ടാണ് 10,000-ൻ്റെ മുകളിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 3000-യുടെ മുകളിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫസ്റ്റ് മന്ത് ബിൽ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഇതുപോലത്തെ വാച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് 20-200 രൂപയുടെ മിനിമം ഗിഫ്റ്റ് വൗച്ചർ ആമസോൺ കിട്ടും. പിന്നെ ഇത് റൂപേ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ UPI ഉപയോഗിക്കാൻ പറ്റും. കോംപ്ലിമെൻ്ററി ലോഞ്ചസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. 1 per quarter അറ്റ് ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. പിന്നെ നമുക്ക് ഐനോക്സിൽ മൂവി ടിക്കറ്റ് ഓഫർ വരുന്നുണ്ട്, buy 1 get 1. അതൊക്കെയാണ് നമുക്ക് ഇതിൽ ഓഫേഴ്സും. സിഗ്നറ്റ് കാർഡിൻ്റെ ഓഫർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫെഡറൽ ബാങ്കിൻ്റെ കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ റൂപേയുടെ വേരിയൻ്റ് എടുക്കായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്ന് വെച്ചാൽ നമുക്ക് UPI ഉപയോഗിക്കാമല്ലോ. അല്ലാത്ത പക്ഷം ഇപ്പോൾ പക്ഷേ ഫെഡറൽ ബാങ്കിൻ്റെ കാർഡിന് ആമസോണിലൊക്കെ ഓഫർ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ റീസെൻ്റ് കുറച്ച് ഓഫറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മിന്ത്രയിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഗോൾഡ് കോയിൻ, അതിൻ്റെ അത് ഞാൻ ആക്ച്വലി മിന്ത്രയിൽ ഓർഡർ ചെയ്തതാണ്. ഈ കാർഡിന് നമുക്ക് അത്യാവശ്യം ഓഫർ കിട്ടി, ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ നമുക്കത് അത്യാവശ്യം ലാഭമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് കാർഡ്, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ആപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മുടെ നോർമൽ ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് മൊബൈൽ എന്ന് പറഞ്ഞ ആപ്പ് തന്നെയാണ്. അവരുടെ മൊബൈൽ ബാങ്കിങ് ആപ്പ് തന്നെയാണ്. നിങ്ങൾ ജൂപ്പിറ്റർ മണിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ഉപയോഗിക്കാം. ആപ്പ് വലിയ കാര്യമൊന്നുമില്ല, ആവറേജ് തന്നെ പറയാനുള്ളൂ. അവിടെ ചില സമയത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല, വർക്കിംഗ് ആണ്. അതെടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വെർച്വൽ കാർഡ് കിട്ടും നമുക്ക് ഈ ആപ്പിൽ. അപ്പോൾ ഇത് കാർഡ് വരുന്നതിനായിട്ട് മുമ്പ് തന്നെ നമുക്ക് വെർച്വൽ കാർഡ് കിട്ടും. നമുക്ക് ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. ബാക്കിയെല്ലാം ഡിസേബിൾ ആയിരിക്കും, പക്ഷേ ഓൺലൈൻ നമുക്ക് ഓൾറെഡി വേണമെങ്കിൽ എനേബിൾ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ IVR ത്രൂ അല്ലെങ്കിൽ ആപ്പ് ത്രൂ ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടാണ് നമ്മൾ മിന്ത്രയിൽ പർച്ചേസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കാർഡ് വരാൻ ഭയങ്കര ലേറ്റായി. ഒരാഴ്ചയിൽ വരേണ്ട സാധനം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് നോക്കിയതാണ്. നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഇപ്പോൾ കാർഡുകളൊക്കെ നമ്മൾ 1 monthന്റെ ഉള്ളിൽ ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ സാധനം ഡീആക്ടിവേറ്റ് പോകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ലൈഫ് ടൈം ഫ്രീ ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റ് ചെയ്തത്. നോർമലി നമ്മൾ എല്ലാ എടുക്കുന്ന കാർഡുകളൊന്നും ഞാൻ ആക്ടിവേറ്റ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ കുറേയൊക്കെ നമ്മൾ വീഡിയോ പർപ്പസിന് എടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുപോകുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഫ്രണ്ട്സിലേക്ക് നമുക്കൊന്ന് ഷെയർ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാം കണ്ടുപോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കി ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് കിട്ടും. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, ഫോളോ അടിച്ചാൽ മതി കേട്ടോ. നമ്മുടെ വെബ്സൈറ്റ് കിട്ടും, mjmd.banksupport.in. നിങ്ങൾക്ക് പേഴ്സണൽ ലോൺസ് അപ്ലൈ ചെയ്യാനും ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനൊക്കെ
വിത്ത് റെഫറൽ ലിങ്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ്രൂവ് ആവാൻ ചാൻസ് കൂടുതലായി കിട്ടാം. മറക്കണ്ട. അപ്പോൾ അടുത്ത് കാണാം.